ഹലോ, ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് റേ ഓഫ് ലൈറ്റിന്റെ അടുത്ത എപ്പിസോഡാണ്. എപ്പിസോഡിലേക്ക് പോകുന്നതിന് മുന്നേ എല്ലാവരും ഈ വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്യാൻ മറക്കരുത്. ഇപ്പൊ ഞാൻ ഒരു സ്കൂളിൽ ഇന്റർവ്യൂവിന് വേണ്ടി പോയിരിക്കുകയാണ്. ആ സ്കൂളിലെ പ്രിൻസിപ്പളിനെ ഞാൻ ഓൾറെഡി അറിയാം, അതുകൊണ്ട് തന്നെ അവൻ സെലക്ട് ആവുന്നുണ്ട്. പ്രിൻസിപ്പൾ അയാളോട് എത്രയും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യാനായിട്ട് ആവശ്യപ്പെടുകയും ഓക്കെ പറഞ്ഞ് അവിടുന്ന് പോകുന്നുണ്ട്. ഞാൻ ഇതേ സമയം റെൻഷൻ അവളുടെ പുതിയ സ്കൂളിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. അമ്മയും വന്ന് നീ ഈ വട്ടം നല്ല രീതിയിൽ പഠിക്കണം, ഒന്നും കൊണ്ട് പേടിക്കണ്ട, അമ്മ നിന്നെ എല്ലാ രീതിയിലും സപ്പോർട്ട് ചെയ്യാം എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കേട്ട അമ്മയോടും അവള് നല്ല രീതിയിൽ റെസ്റ്റ് എടുക്കാൻ ആവശ്യപ്പെടുകയാണ്. അങ്ങനെ അവള് സ്കൂളിലേക്ക് നടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് വഴിയിൽ അച്ഛൻ ഇരിക്കുന്നത്. അച്ഛനോട് അവള് ഇന്ന് സ്കൂളിലേക്ക് പോവുക, ഫസ്റ്റ് ഡേ ആണെന്നൊക്കെ പറയുമ്പോൾ ഗുഡ് ലക്ക് പറഞ്ഞു വിടുന്നുണ്ട്. അച്ഛൻ വേണമെങ്കിൽ കൊണ്ടാക്കാമെന്ന് ചോദിക്കുമ്പോഴും അവള് വേണ്ട, ഞാൻ തന്നെ പൊയ്ക്കോളാം എന്ന് പറഞ്ഞ് അവിടുന്ന് പോവുകയാണ്. അവള് പൊയ്ക്കഴിഞ്ഞിട്ട് അവളുടെ പുറകെ അച്ഛൻ ചെല്ലുന്നുണ്ടെങ്കിലും അവളൊന്ന് തിരിഞ്ഞുകൂടി നോക്കാതെ അവിടുന്ന് പോകുന്നുണ്ട്. ഇപ്പൊ അടുത്ത രംഗത്തില് നാനെ കാണിക്കാണ്. വർഷങ്ങൾക്ക് ശേഷം സ്കൂളിൽ പഠിപ്പിക്കാൻ പോകുന്നതിന്റെ ഹാപ്പിനെസ് ഒക്കെ കാണുന്നുണ്ട്. അങ്ങനെ ഹാപ്പി ആയിട്ട് പോകുമ്പോഴായിരിക്കും ചെറുതായിട്ടൊന്ന് താഴെ വീണ് ആ വൈറ്റ് ഷർട്ട് ഫുള്ള് കൊളവാവുന്നത്. ഇപ്പൊ നമ്മുടെ റെൻഷന്റെ ക്ലാസ് കാണിക്കാണ്. അവിടെ പിള്ളേരെല്ലാം നല്ല ബഹളം വെച്ചോണ്ടിരിക്കും. അവള് ക്ലാസ്സിലേക്ക് കയറി ചെല്ലുന്ന സമയത്തായിരിക്കും ഫുള്ള് വെള്ളം വീഴുന്നത്. അവളുടെ തൊട്ട് ബാക്കിൽ തന്നെ മിസ് ലീ എന്ന് പറയുന്ന ഒരു ടീച്ചറും ഉണ്ട്. അങ്ങനെ ഈ വെള്ളം വെച്ച് കളിച്ചവന്മാർ രണ്ടുപേരും കുറെ വഴക്കൊക്കെ പറഞ്ഞിട്ട് റെൻഷനുമായിട്ട് ചേഞ്ച് ചെയ്യാനും വേണ്ടിട്ട് പോകുന്നുണ്ട്. ഇപ്പൊ പ്രിൻസിപ്പൾ ഞാൻ സ്റ്റാഫ് റൂമിലുള്ള എല്ലാ ടീച്ചേഴ്സിനും പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. ക്ലാസ് റൂമിലാണെങ്കിൽ ഭയങ്കരമായ ബഹളം, ഓരോരുത്തരും അവരുടേതായ കാര്യങ്ങളിൽ ബിസിയാണ്. ആ ടൈമിലാണ് റെൻഷനുമായിട്ട് മിസ് ലീ അങ്ങോട്ടേക്ക് കയറി വരുന്നത്. നിങ്ങൾക്ക് ഒരു പുതിയ ക്ലാസ്മേറ്റ് കൂടിയുണ്ട് എന്നിങ്ങനെ പറഞ്ഞ അവളുടെ അടുത്തും ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറയുമ്പോൾ എന്റെ പേര് റെൻഷൻ, അത്ര മാത്രമേ ഉള്ളൂ എന്നിങ്ങനെ പറയും. എന്നിട്ട് അവളും ബാക്ക് സീറ്റിൽ പോയിരിക്കുകയാണ്. ടീച്ചറും അവളെ പറ്റിയിട്ട് ഇങ്ങനെ പറയുമ്പോൾ എല്ലാവർക്കും മനസ്സിലാവും അവള് ഒരു റിപ്പീറ്റർ ആണെന്ന്. ഇവക്ക് ഇത്രയും മാർക്ക് കിട്ടിയിട്ട് റിപ്പീറ്റ് അടിക്കാൻ വന്നിരിക്കുന്നതാണെന്ന് മനസ്സിലാക്കിയ അവളുടെ ഫ്രണ്ടിൽ ഇരിക്കുന്ന പയ്യനും പറയുന്നുണ്ട് എങ്കിൽ പിന്നെ ഞാൻ ഈ വർഷം പോലും എക്സാം എഴുതിയിട്ട് കാര്യമില്ലാന്ന്. തൊട്ടുപുറകെ തന്നെ പ്രിൻസിപ്പള് നാനിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വരുന്നുണ്ട്. ഇവരുടെ പുതിയ ക്ലാസ് ടീച്ചർ നാനാണ്. റെൻഷനാണെങ്കിൽ നാനിനെ കണ്ട അപ്പോഴേ ഷോക്കാവും. നാനും തിരിച്ച് അവളെ കാണുമ്പോൾ ഷോക്കാവുന്നുണ്ട്. അങ്ങനെ ഞാൻ സ്വന്തമായിട്ട് പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഒരു സ്റ്റുഡന്റ് ചോക്ക് പൊടിച്ചു വെച്ചിരിക്കുന്ന ബോക്സ് അവന്റെ നേരത്തേക്ക് തട്ടിയിടുന്നതും ഇത് കണ്ട് ആ സ്റ്റുഡൻസ് എല്ലാം ചിരിക്കുന്നതും. രാവിലെ മുതലേ ഒരു നല്ല ദിവസമായിട്ട് ഫുള്ള് പണി കിട്ടിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ. അങ്ങനെ ഇത് തട്ടിക്കൊടഞ്ഞു നിൽക്കുന്ന സമയത്താണ് റെൻഷൻ അവന്റെ അടുത്ത് വന്ന് സംസാരിക്കുന്നത്. നിങ്ങൾ ഹെയർ ഒന്ന് കട്ട് ചെയ്തെന്ന് കരുതി നിങ്ങൾക്ക് ടീച്ചർ ആവാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ? ഈ സ്കൂളിലുള്ളവർക്ക് നിങ്ങൾ മുന്നേ എങ്ങനെയായിരുന്നെന്ന് അറിയത്തില്ലായിരുന്നോ എന്നൊക്കെ ചോദിക്കുന്നത്. അപ്പോഴായിരിക്കും ഞാൻ പറയുന്നത് അന്ന് നിന്നെ ഞാൻ രക്ഷിക്കാൻ ശ്രമിച്ചതിന് നീ അറ്റ്ലീസ്റ്റ് നന്ദി കാണിക്കണമെന്ന്. അതുള്ളത് കൊണ്ടാണ് ഞാൻ നിങ്ങളെ പറ്റിയിട്ട് ആരോടും പറയാതിരുന്നെന്നും നമ്മുടെ റെൻഷൻ പറയുന്നുണ്ട്. ഇത് കേട്ടിട്ട് ഞാൻ ചോദിക്കുകയാണ് എനിക്ക് നീണ്ട മുടിയുള്ള സമയത്ത് എനിക്ക് എന്താ ടീച്ചർ ആയിക്കൂടായിരുന്നോ എന്ന്. ഞാനിവിടെ വന്നിരിക്കുന്നത് പഠിക്കാനാണ്, എന്നെ ഡിസ്റ്റർബ് ചെയ്യാതെ നിങ്ങൾ ഇവിടുന്ന് പോകുന്നതായിരിക്കും നല്ലതെന്ന് അവള് പറഞ്ഞിട്ട് അവിടുന്ന് പോകുന്നുണ്ട്. അതിനുശേഷം ഞാൻ അവന്റെ ഒരു പഴയ സുഹൃത്തിനെ കണ്ടുമുട്ടുന്നുണ്ട്. അവരും ഈ സ്കൂളിലെ ടീച്ചർ തന്നെയാണ്. നിന്റെ ദേഹത്ത് എന്താ ഈ പൊടിയൊക്കെ എന്നിങ്ങനെ അവളും ചോദിക്കുമ്പോഴാണ് ഞാൻ പറയുന്നത് ഞാനിപ്പോ കൺസ്ട്രക്ഷൻ സൈറ്റ് വരെ ഒന്ന് പോയിട്ട് വന്ന അതിന്റെ പൊടിയായിരുന്നിങ്ങനെ. പ്രിൻസിപ്പൾ എന്നോട് പറഞ്ഞു നീ എന്നെ റെക്കമെൻഡ് ചെയ്ത് എന്നിങ്ങനെ അവനും പറയും. അപ്പോഴായിരിക്കും ആ ടീച്ചറും ഞാൻ പ്രിൻസിപ്പളിന്റെ അടുത്ത് പ്രത്യേകം പറഞ്ഞ പറയല്ലേ എന്ന്. ഇത് കേട്ട ഞാനും ആ ശരിയാ അദ്ദേഹം പറഞ്ഞില്ല, പക്ഷെ ഇപ്പൊ നീ തന്നെ എന്റെ അടുത്ത് പറഞ്ഞതെന്ന്. ഇതിനുശേഷം ഞാൻ എന്തോ അവളോട് പറയാൻ വരുമ്പോ പെട്ടെന്ന് തന്നെ ബെല്ലടിക്കുകയും അവര് ക്ലാസ്സിലേക്ക് പോവുകയും ചെയ്യുന്നുണ്ട്. ഇപ്പൊ സ്കൂൾ വിട്ട് കഴിഞ്ഞ് കുറച്ച് പയ്യന്മാര് നമ്മളെ റെൻഷനെ തടഞ്ഞു നിർത്തുന്നുണ്ട്. ഇത് കണ്ടുകൊണ്ടായിരിക്കും നമ്മുടെ ഗാങ്സ്റ്റർ ടീം അങ്ങോട്ട് വരുന്നത്. ഈ പയ്യന്മാർക്ക് ഇവരെ കണ്ട ഉടനെ തന്നെ പേടിയാവും. ഗാങ്സ്റ്ററും ചോദിക്കും എടാ നിങ്ങളൊക്കെ ഇപ്പൊ പെമ്പിള്ളാരെയും ബുള്ളി ചെയ്യാൻ തുടങ്ങിയാടാ, പെട്ടെന്ന് വീട്ടിൽ പോടാ എന്നിങ്ങനെ പറഞ്ഞ് അവന്മാരെ അങ്ങ് ഒട്ടിച്ചു വിടും. അപ്പോഴായിരിക്കും ഞാൻ അതിലേക്കൂടെ പോകുന്നത്. നാനെ കണ്ട് ഹാപ്പി ആയി പെട്ടെന്ന് തന്നെ ഇവർ അങ്ങോട്ട് ചെന്ന് സംസാരിക്കും. നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഷൂ ഞങ്ങൾ കൊണ്ടുവന്ന് എന്നിങ്ങനെ. ഇത് കണ്ട് നമ്മുടെ റെൻഷൻ ഇങ്ങനെ നോക്കി നിൽക്കുന്ന കണ്ടോണ്ട് എനിക്ക് നിങ്ങളെ അറിയാവോ, നിങ്ങളാരാ എന്നിങ്ങനെ ഞാനും ചോദിക്കും അവരുടെ അടുത്ത്. ഇത് കേട്ട ഗാങ്സ്റ്ററും കൂടെ ഷോക്കായിട്ട് ആദ്യമേ ഒന്നും മനസ്സിലാവത്തില്ല, പക്ഷെ പിന്നീട് റെൻഷൻ നോക്കി നിൽക്കുന്നത് കണ്ടോണ്ട് ആ അറിയത്തില്ല എന്നിങ്ങനെ പറഞ്ഞിട്ട് അവരങ്ങ് പോവും. ഇപ്പൊ ഗാങ്സ്റ്റേഴ്സും ഞാനിപ്പോ ടീച്ചർ ആയതിനു ശേഷം നമ്മളൊന്നും വേണ്ട, ഇനി നമ്മളെയൊക്കെ മറന്നു കളയോ എന്നൊക്കെ ഇങ്ങനെ സംസാരിക്കുന്നത് റെൻഷൻ സൈഡിൽ നിന്ന് കേൾക്കുന്നുണ്ടായിരിക്കും. ഇപ്പൊ കുറച്ചേരം കഴിഞ്ഞ് നമ്മുടെ ഗാങ്സ്റ്റർ അളിയനാണെങ്കിൽ ഞാൻ എന്റെ ഫ്രണ്ടിൽ നിന്ന് കരയുന്ന രംഗമാണ് കാണിക്കുന്നത്. ഞാനും എന്തോ ഇങ്ങനെ പറയാൻ വരുമ്പോ നിങ്ങൾ കൂടുതലൊന്നും മിണ്ടണ്ട, ഞാൻ എന്നും രാവിലെ പല്ല് തേക്കാറുണ്ട്, കുളിക്കാറുണ്ട്, നല്ല വൃത്തിയായിട്ടാണ് നടക്കുന്നത്. നിങ്ങൾക്ക് എന്നിട്ട് എന്ത് പറ്റി? എന്നെ എന്താ കൂടെ കൊണ്ട് കിടക്കാൻ നിങ്ങൾക്ക് നാണക്കേടാണോ? അതോ എന്നെ കാണാൻ ഭംഗിയില്ലേ? ഈ ഷൂ മേടിക്കാനും വേണ്ടിട്ട് രാവിലെ 8 മണിക്ക് കട തുറക്കുന്നതിന് മുന്നേ പോയി ഞാൻ അവിടെ കാത്തുനിന്ന് മേടിച്ചോണ്ട് വന്നതാ. എന്നിട്ട് സ്കൂള് വിട്ടപ്പം ഉടനെ തന്നെ നിങ്ങൾക്ക് അത് കൊണ്ടുവന്ന് തരുകയും ചെയ്ത്. കുറച്ച് ആൾക്കാരൊക്കെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ച് സന്തോഷം
സന്തോഷമാവുമെന്ന് കരുതിയാണ് ഞാൻ കൊണ്ടുവന്നത്. എന്നിട്ട് നിങ്ങൾ ഇങ്ങനെ എന്നോട് കാണിക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല എന്നിങ്ങനെ പറഞ്ഞ് സങ്കടം പറഞ്ഞോണ്ടേ ഇരിക്കും. ഇത് കേട്ട ഞാനും മതി ഞാൻ കാര്യം പറയാം, അവക്ക് എന്നെ മുന്നേ അറിയാം, ഞാനൊരു ഗാങ്സ്റ്റർ ആണെന്നാ അവള് വിചാരിക്കുന്നത്. പിന്നെ അതുമാത്രമല്ല, എനിക്കിപ്പോ കുറച്ചധികം പ്രഷറുണ്ട്. കാരണം സ്കൂളിൽ ഓപ്പൺ ക്ലാസ് നടക്കാൻ പോവാ നാളെ. നിനക്ക് ഓപ്പൺ ക്ലാസ് എന്തുവാന്നറിയാവോ? എല്ലാ ടീച്ചേഴ്സും സ്റ്റുഡൻസും ഞാൻ എങ്ങനെയാ പഠിപ്പിക്കുന്നതെന്ന് മനസ്സിലാക്കാനും വേണ്ടിയിട്ട് ഫ്രണ്ടിൽ വന്നിരിക്കും, ഞാൻ ടീച്ച് ചെയ്യണം. ഇത് കേട്ടിട്ട് ഗാങ്സ്റ്ററും ശരി നമുക്കിതൊക്കെ കുറച്ച് ഡ്രിങ്ക്സ് അടിച്ചിട്ട് അങ്ങ് മറക്കാം എന്നിങ്ങനെ വന്നിട്ട് ഡ്രിങ്ക്സ് ഫ്രണ്ടിലോട്ട് എടുത്തു വെക്കും. അപ്പോഴേക്കും ഞാൻ പറയുന്നത്, ഇനി ഹോളിഡേയ്സിലല്ലാതെ ഞാൻ ഡ്രിങ്ക്സ് തൊടത്തതേ ഇല്ല എന്നിങ്ങനെ. ഇതും കൂടെ കേൾക്കുമ്പോഴത്തേക്കും ഗാങ്സ്റ്ററിന് അങ്ങ് സങ്കടം വരും. സങ്കടം മാറ്റാനും വേണ്ടിയിട്ട് നിന്റെ ഷർട്ടൊക്കെ കൊള്ളാം എന്നിങ്ങനെ പറഞ്ഞ് കോംപ്ലിമെന്റ് ചെയ്തിട്ടാണ് ഞാൻ അവിടുന്ന് പോകുന്നത്. ഇപ്പം ഞാൻ സിലബസ് ഒക്കെ മാറിയതുകൊണ്ട് ഓപ്പൺ ക്ലാസ്സിന്റെ കാര്യത്തിൽ കുറച്ച് ടെൻസ്ഡ് ആണ്. അടുത്ത സീനിൽ സ്കൂളിൽ വെച്ച് കമ്പ്യൂട്ടറിൽ സ്റ്റഡി മെറ്റീരിയൽസ് സെർച്ച് ചെയ്യുമ്പോഴായിരിക്കും റെൻഷൻ അങ്ങോട്ട് എത്തുന്നതും. ഇത് കണ്ടിട്ട് അവള്, നിങ്ങൾ റിയൽ ടീച്ചർ അല്ലല്ലോ, പിന്നെ എന്തിനാ ഇങ്ങനെയൊക്കെ അഭിനയിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ മിസ് ലീ വരുന്ന കണ്ട് ഞാൻ പയ്യെ ടോപ്പിക് അങ്ങ് ചേഞ്ച് ആക്കുന്നത്. അവള് ക്ലാസ്സിലേക്ക് പോകുന്ന ടൈം ആയിരിക്കും ഗ്രാജുവേഷൻ ട്രിപ്പിൽ കണ്ട ആ പയ്യനെ കാണുന്നത്. രണ്ടുപേരും തമ്മിൽ കണ്ടിട്ടും ഇഗ്നോർ ചെയ്ത് നടക്കുന്നുണ്ട്. അടുത്ത സീനിൽ ഞാൻ ആ പയ്യനെ ക്ലാസ്സിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. അവനും റെൻഷനെ പോലെ പേര് മാത്രം യാൻ എന്ന് പറയും. റെൻഷന്റെ അടുത്ത സീറ്റ് ഉണ്ട്, പക്ഷേ എന്നിട്ടും അവൻ വേറെ സീറ്റിലാണ് പോയിരിക്കുന്നത്. അപ്പോഴേക്കും ക്ലാസ്സിലെ സ്റ്റുഡൻസ് തമ്മിൽ സംസാരിക്കുന്നത്, ഇവൻ കഴിഞ്ഞ വർഷം സ്കൂൾ നിർത്തിയതല്ലേ, വീണ്ടും വന്നോ എന്നൊക്കെ. ഞാൻ എല്ലാവർക്കും കഴിഞ്ഞ എൻട്രൻസ് എക്സാമിന്റെ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാനായിട്ട് കൊടുക്കുന്നുണ്ട്, പക്ഷെ റെൻഷൻ മാത്രം ചെയ്യത്തില്ല എന്ന് പറയും. എന്ത് പറ്റിയെന്ന് സാർ ചോദിക്കുമ്പോൾ ഫ്രണ്ടിലുള്ള വാങ് എന്ന് പറയുന്ന പയ്യൻ ഇത് അവള് ഓൾറെഡി ചെയ്തതാ, അതുകൊണ്ടായിരിക്കും എന്നിങ്ങനെ പറയും. അവളെ ഒരുമാതിരി കളിയാക്കിയാണ് അവൻ സംസാരിക്കുന്നത്. ഇത് കേട്ട് സാറും, ഞാൻ അതിനെ പറ്റി ചിന്തിച്ചില്ല, ഇപ്പം തൽക്കാലം നീ ഇത് ചെയ്യ്, കാരണം കഴിഞ്ഞ വർഷം നീ ചെയ്ത തെറ്റുകളൊക്കെ നിനക്ക് ഇതിലൂടെ തിരുത്താൻ കഴിയുമെന്ന് പറയുമ്പോൾ അവള് ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് ഇറങ്ങി പോവാണ്. അപ്പോഴായിരിക്കും ക്ലാസ്സിലുള്ള എല്ലാവരും ബഹളം വെക്കുന്നത്, ഞങ്ങൾക്കും ഇതും ചെയ്യാൻ വയ്യാന്ന് പറഞ്ഞ്. വാങ്ങിന്റെ കയ്യിൽ നിന്ന് കോമിക് ബുക്ക് പിടിച്ചു വാങ്ങി ദേഷ്യത്തിൽ ഞാൻ എല്ലാവരെയും വഴക്ക് പറയുന്നുണ്ട്. പിന്നീട് ഒറ്റയ്ക്കിരിക്കുന്ന റെൻഷനോട് ഞാൻ സംസാരിക്കാൻ എത്തുന്നുണ്ട്. ഇങ്ങനെ നീ ചെയ്തു കഴിഞ്ഞാൽ ബാലൻസ് സ്റ്റുഡൻസും എന്നെ റെസ്പെക്ട് ചെയ്യത്തില്ല, അറ്റ്ലീസ്റ്റ് ടീച്ചർ എന്ന റെസ്പെക്ട് എനിക്ക് വേണമെന്നും പറയുകയാണ്. നിങ്ങളെ പോലെ ടീച്ചർ ആണെങ്കിൽ എനിക്ക് പഠിക്കാൻ വേറെ മാർഗം നോക്കണം, ഇനിയും ഡിസ്റ്റർബ് ചെയ്താ നിങ്ങൾ ആരാണെന്ന് ഞാൻ പ്രിൻസിപ്പൽ ഓഫീസിൽ കംപ്ലൈന്റ് ചെയ്യുമെന്നും പറയാണ് അവള്. ഇത് കേട്ടിട്ട് ഞാൻ എങ്ങനെയുള്ള ടീച്ചറാ എന്ന് ഞാൻ ചോദിക്കുമ്പോൾ ഓൺ ദ സ്പോട്ട് അവള് പ്രിൻസിപ്പൽ ഓഫീസിലേക്ക് പോവാണ്. ഞാൻ പോകല്ലേ എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അവള് മൈൻഡ് ആകത്തതേ ഇല്ല. അവളും പ്രിൻസിപ്പലിന്റെ ഓഫീസിൽ ചെല്ലുമ്പോഴേക്കും അവിടെ വേറൊരു ടീച്ചർ ഇരിക്കുന്നത്. ആ ടീച്ചർ എത്തിയിരിക്കുന്നത് ആരെയോ പറ്റി കുറ്റം പറഞ്ഞു കൊടുക്കാനാണ്. പ്രിൻസിപ്പൽ ആ ടീച്ചറിന്റെ അടുത്ത് പറയും, നിങ്ങൾ ആദ്യം നിങ്ങളുടെ ജോലിയിൽ ഫോക്കസ് ചെയ്യും, ഈ പറയുന്ന കാര്യങ്ങൾക്കൊക്കെ നിങ്ങളുടെ കയ്യിൽ എവിഡൻസ് ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ആ ടീച്ചറും ഇല്ല എന്ന് പറഞ്ഞ് അവിടെ നിന്ന് എണീറ്റ് പോവുകയാണ്. ഇതൊക്കെ കേട്ടോണ്ടിരിക്കുന്നത് നമ്മുടെ റെൻഷനും ഞാൻ്റെ കുറ്റം പറഞ്ഞു കൊടുക്കാൻ വന്നത് അതേപോലെ തന്നെ മടക്കി പോക്കറ്റ് കയറ്റി അങ്ങ് പോകുന്നുണ്ട്. ഇപ്പൊ സ്കൂൾ കഴിഞ്ഞ് റെൻഷനും ഞാനും സൈക്കിൾ എടുക്കുന്ന നേരം റെൻഷൻ അറിയാതെ എല്ലാ സൈക്കിളും തെള്ളിയിടും. അങ്ങനെ ഇവർ രണ്ടുപേരും സൈക്കിളൊക്കെ നേരെ വെക്കുന്ന സമയത്ത് അവൻ അവളോട് പറയുന്നുണ്ട്, ഞാനിവിടെ ഒരിക്കലും നിന്നെ കാണുമെന്ന് എക്സ്പെക്ട് ചെയ്തില്ല എന്നും. അവളും പറയാണ് ഞാനും എന്ന്. നീ മുന്നേ എക്സാം ടൈമിൽ ദേഷ്യപ്പെട്ട് എങ്ങോട്ടാ പോയതെന്ന് ചോദിക്കുമ്പോൾ അത് നീ എന്തിനാ അറിയുന്നത് എന്നിങ്ങനെ ദേഷ്യപ്പെട്ട് അവളും ചോദിക്കും. അപ്പോഴാണ് അവനും പറയുന്നത്, ഓ നിനക്ക് ആവശ്യത്തിന് ദേഷ്യമൊക്കെ ഉണ്ട് എന്നിങ്ങനെ. എനിക്ക് നല്ല ദേഷ്യമുണ്ട്, ദേഷ്യം കൊണ്ട് എനിക്ക് മരിക്കാൻ തോന്നുന്ന അവളും പറയും. മരിക്കാൻ തോന്നുന്നോ? അന്ന് ബീച്ചിൽ വെച്ച് കണ്ടപ്പോ ഞാൻ വിചാരിച്ചു നിനക്ക് മരിക്കാൻ പേടിയില്ലെന്നാണല്ലേ. ഇത് കേട്ട് അവളും പറയും, ശരിയാ, ഞാനും വിചാരിച്ച് നിനക്ക് പേടിയൊന്നും ഇല്ലായിരിക്കും എന്ന്. അപ്പോഴായിരിക്കും യാനെ വിളിച്ചോണ്ട് ഒരു പെങ്കൊച്ച് അവിടെ നിന്ന് വരുന്നത്. അവളും വന്നിട്ട്, നീ കഴിഞ്ഞ വർഷം സ്കൂളിൽ നിന്ന് ഇറങ്ങിയിട്ട് നിന്റെ ഫാമിലിക്ക് വല്ലതും പറ്റിയോ? അവനും ഇല്ല എന്ന് പറയും. ഞാൻ നിനക്ക് തന്ന ലെറ്റർ നീ വായിച്ചായിരുന്നോ എന്ന് ചോദിക്കുമ്പോഴായിരിക്കും റെൻഷൻ അവള് കാണുന്നതും, ഇത് ന്യൂ ആയിട്ടുള്ള സ്റ്റുഡന്റ് ആണോ, ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല, നീ എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണേ, ഞാനിപ്പോ വരാം എന്നിങ്ങനെ പറഞ്ഞ് സൈക്കിൾ എടുക്കാൻ പോകും. പക്ഷെ ഞാനും അവളെ മൈൻഡാക്കാതെ റെൻഷന്റെ പുറകിൽ അങ്ങ് പോകും. അങ്ങനെ ചെല്ലുന്ന സമയത്തായിരിക്കും ഇവൻ കാണുന്നത് ആ ബോയ്സ് ഒക്കെ അവളുടെ അടുത്ത് വീണ്ടും സംസാരിക്കാൻ നിൽക്കുന്നത്. അവളെ പുള്ളി ചെയ്യാൻ നിൽക്കുകയാണെന്ന് മനസ്സിലാക്കി പെട്ടെന്ന് തന്നെ നമ്മുടെ യോൺ ഓടി ചെല്ലുന്നുണ്ട്. അങ്ങനെ ഇവർ രണ്ടുപേരും അവന്മാരെയും തട്ടിയിട്ട് ഓടുന്നുണ്ടെങ്കിലും ഇവന്മാര് പുറകെ ഓടിക്കൊണ്ടേ ഇരിക്കുകയാണ്. ഓടി ഇനി എവിടെയും പോകാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് തന്നെ അവിടെ കിടക്കുന്ന ഒരു ചുടുകട്ട എടുത്ത് യോൺ കയ്യിൽ വെച്ചോണ്ട് നിൽക്കുകയാണ്. ആ സമയമായിരിക്കും നമ്മുടെ ഗാങ്സ്റ്റർ അളിയനും ടീംസും അങ്ങോട്ടേക്ക് എത്തുന്നത്. അവരും വന്ന് ഇവന്മാരെ എല്ലാം അങ്ങ് പിടിച്ചോണ്ട് പോകും. റെൻഷനോട് എനിക്കൊന്ന് സംസാരിക്കണമെന്ന് ഗാങ്സ്റ്റർ പറയുമ്പോൾ അവളെ നോക്കിയിട്ട് യോൺ കണ്ണ് കാണിക്കുന്നുണ്ട് പോകണ്ടെന്ന് പറഞ്ഞ്. ഇത് കണ്ടിട്ട്, ഓ പേടിക്കാനൊന്നുമില്ല, ഞങ്ങൾ ഈ സൈഡിലോട്ട് മാറി നിന്ന് സംസാരിക്കത്തേ ഉള്ളൂ എന്നിങ്ങനെ പറയും. ഒരു എമർജൻസി വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും ചെയ്യാനും വേണ്ടിയിട്ട് യോൺ വീണ്ടും ആ കല്ലെടുത്ത് കൈ വെച്ചോണ്ട് നിൽക്കുകയാണ്. ഗാങ്സ്റ്റർ ഇപ്പോ അവളെടുത്ത് നാനിനെ പറ്റിയിട്ട് സംസാരിക്കുകയാണ്. അവനൊരു നല്ല വ്യക്തിയാണ്, ഞങ്ങളൊക്കെ ഗുണ്ടകളാണ്, സമ്മതിച്ചു, പക്ഷെ അയാൾ ഗുണ്ടല്ല, അതുമാത്രമല്ല അയാൾ നല്ലൊരു ടീച്ചർ കൂടിയാണ്, ഇച്ചിരി ഒന്ന് സമയം കൊടുത്തു നോക്ക്, നല്ല രീതിയിൽ നിങ്ങളെ പഠിപ്പിക്കുമെന്നും പറയാണ്. ഇപ്പൊ നിങ്ങൾ തന്നെ ഹെൽപ്പ് ചെയ്തത് ഇത് ഞാൻ പ്രിൻസിപ്പലിനോട് പറയാതിരിക്കാനും വേണ്ടിയിട്ടാണോ എന്ന് നമ്മുടെ റെൻഷൻ അയാളോട് ചോദിക്കുമ്പോൾ, ഇത് ജസ്റ്റ് ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്തതായിട്ട് കൂട്ടിയാൽ മതി, നിന്റെ ഫോൺ താ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ അവൾ കൊടുക്കാനൊന്നും മടിക്കുന്നുണ്ട്. ഓ ഞാനതൊന്നും അടിച്ചുകൊണ്ടൊന്നും പോകത്തില്ല, അതാ എനിക്ക് നല്ല അടിപൊളി ഫോണൊക്കെ ഉണ്ട് എന്നിങ്ങനെ പറഞ്ഞ് അവളുടെ ഫോൺ മേടിച്ച് അയാളുടെ
പ്രിൻസിപ്പളിന്റെ നമ്പർ അതിൽ സേവ് ചെയ്തിടുകയാണ്. നീ നാനിനെ പറ്റിയിട്ട് പ്രിൻസിപ്പളിനോട് പറയരുത്, പകരം നിനക്ക് എപ്പോ വേണമെങ്കിലും എന്ത് ഹെൽപ്പ് വേണമെങ്കിലും ഞാൻ ചെയ്തു തരാം എന്നിങ്ങനെ അവളെടുത്ത് പറയും. ഇവളും കൂടുതലൊന്നും മിണ്ടാതെ അവളുടെ സൈക്കിളും എടുത്ത് അവിടെ നിന്ന് പോകും. അവസാന നിമിഷം വരെ യോൻ അയാളെ തുറച്ചു നോക്കിക്കൊണ്ട് തന്നെയാണ് പോകുന്നത്. ഇപ്പൊ അടുത്ത രംഗത്തില് അവളെ ബുള്ളി ചെയ്യാൻ വന്ന ചെറുക്കന്മാരെ എല്ലാം കൂടെ രണ്ട് മതിലിന്റെ ഇടയിൽ കയറ്റി അനങ്ങാൻ പോലും പറ്റാത്ത രീതിയിലാക്കി വെച്ചിരിക്കുകയാണ് നമ്മുടെ ഗാങ്സ്റ്റർ ആൻഡ് ടീംസ്. അങ്ങനെ ഇതോടെ ഈ 3rd എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. ഞാൻ കുറെ നാളുകൾക്ക് ശേഷം പുതിയൊരു ഡ്രാമ ഇട്ടതുകൊണ്ടായിരിക്കാം ആരും അങ്ങോട്ട് കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ മറക്കാതെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. പിന്നീട് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്യണം മറക്കാതെ. അപ്പൊ നമുക്ക് നെക്സ്റ്റ് എപ്പിസോഡിൽ കാണാം. ബൈ, താങ്ക് യു.